ഇതേ ഭാഗം ഇത്രയും ഭാഗം ഞാനങ്ങ് വലുതാക്കി വരയ്ക്കാൻ പോവുകയാണ്. ഇത്രയും ഭാഗം ഓക്കെ, ഇത്രയും ഭാഗം വലുതാക്കി വരയ്ക്കാൻ പോകുന്നു. നോക്കാം, ഒന്ന് നോക്കിയേ. ഇതല്ലേ നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ. ഇത് ഇത്രയും ഔട്ടർ മെംബ്രെയിനായിട്ട് കരുതുക. അതായത് ഇത്. ഇനി ഞാൻ ഈ ഭാഗത്തിന് വരയ്ക്കാൻ പോവുകയാണ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ നമ്മൾ ഇത്തിരി കട്ടി കൂട്ടി വരയ്ക്കുന്നു. ഇങ്ങനെ ഇരിക്കട്ടെ, ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ ഓക്കെ. ഇനി ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇത് അപ്പോൾ ഇത് ഔട്ടർ മെംബ്രെയിൻ, ഇത് ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് അല്ലെങ്കിൽ പെരിമൈറ്റോകോൺഡ്രിയൽ സ്പേസ്, ഇത് ഇത്രയും ഇന്നർ മെംബ്രെയിൻ. ഇനി ഇത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സ്. ഇവിടെയല്ലേ, ഈ മാട്രിക്സിലല്ലേ ക്രബ്സ് സൈക്കിൾ നടന്നത് അല്ലെങ്കിൽ TCA സൈക്കിൾ നടന്നത്. അപ്പോൾ ഈ TCA സൈക്കിള് ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കാൻ പോവുകയാണ്. നോക്കിയേ, ഇവിടെ നിങ്ങൾക്കറിയാം അസറ്റൈൽ കോഎൻസൈം A കമ്പൈൻസ് വിത്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആൻഡ് ഫോം സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആകും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സനൈൽ കോഎൻസൈം A ആകും. സക്സനൈൽ കോഎൻസൈം A സക്സിനിക് ആസിഡ് ആകും. സക്സിനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡായി. ഫ്യൂമാറിക് ആസിഡ് മാലിക് ആസിഡായി അല്ലേ. ഇതല്ലേ സൈക്കിള്. ഈ സൈക്കിളിനിടയ്ക്ക് നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് ചെയ്യുന്നു, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. NADH+I. ഇവിടെയും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. NADH ആകുന്നു. ഇവിടെ GDP GTP. ഇവിടെ FADH2. ഇവിടെ വീണ്ടും NADH ഓക്കെ, NADH+H+. ഇതാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന മാട്രിക്സിൽ നടന്നു. അപ്പോൾ ഈ NADH ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ ATP കിട്ടുമെന്ന് നോക്കാം. NAD ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോട്ടോണും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തില്ലേ? ആണോ? ഈ പ്രോട്ടോണിനെ ഇവിടെ FMN എന്ന് പറയുന്നൊരു കോമ്പൗണ്ട്, FMN പ്ലസ് E2H FMNH2. പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ഉണ്ട്, FMNH2. ഈ FMNH2 ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈ പെരിമൈറ്റോകോൺഡ്രിയൽ സ്പേസിൽ ആര് പോകും? പെരിമൈറ്റോകോൺഡ്രിയൽ സ്പേസിൽ പ്രോട്ടോൺ തള്ളപ്പെടും. ഓക്കെ, ഇവിടെ വരച്ചു. അപ്പോൾ പ്രോട്ടോൺസും ഇലക്ട്രോൺസും എമിറ്റ് ചെയ്യണമല്ലോ ഓക്സിഡേഷൻ നടക്കുമ്പോൾ. ഈ ഇലക്ട്രോണിനെ അയൺ സൾഫർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പിടിക്കും, IFES, അയൺ സൾഫർ പിടിക്കും. അയൺ സൾഫറിൽ നിന്ന് ഈ ഇലക്ട്രോൺ പിന്നീട് പോകുന്നത് യുബിക്വിനോൺ ആണ്, UQ. ഈ യുബിക്വിനോൺ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ എടുക്കുന്നു. ഈ പ്രോട്ടോണിനെ എടുക്കുന്നു, യുബിക്വിനോൺ പ്ലസ് ദിസ് പ്രോട്ടോൺ UQH2 റെഡ്യൂസ് ചെയ്തു. യുബിക്വിനോണും ഇതൂടാകുമ്പോൾ റെഡ്യൂസ് ചെയ്തു. യുബിക്വിനോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ പെരിമൈറ്റോകോൺഡ്രിയൽ സ്പേസിലേക്ക് പ്രോട്ടോൺ പോയി. ഈ ഇലക്ട്രോണിനെ ഇനി ഒരാൾ പിടിക്കും, അദ്ദേഹത്തിൻ്റെ പേരാണ്
സൈറ്റോക്രോം ബി. ആരാ? സൈറ്റോക്രോം ബി. സൈറ്റോക്രോം ബിയിൽ നിന്ന് ഈ ഇലക്ട്രോൺ അയൺ സൾഫറിന് കൊടുക്കും. ഈ ഇലക്ട്രോൺ കാരിയർ അല്ലേ, ഈ ഇലക്ട്രോൺ ആർക്ക്? അയൺ സൾഫറിലെത്തി. അയൺ സൾഫറിൽ നിന്നും ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? യുബിക്വിനോണിനെത്തും. യുബിക്വിനോൺ അങ്ങനെ എത്തൂല, ഇവിടുന്ന് ഒരു പ്രോട്ടോണൂടെ ചേർത്ത് യുബിക്വിനോൺ UQH2 കണ്ടോ? ഇത് ഓക്സിഡൈസ് ചെയ്തു കണ്ടോ? ഇലക്ട്രോൺ ഇവിടെ ഒരാൾക്ക് കിട്ടി, സൈറ്റോക്രോം C1. സൈറ്റോക്രോം C1 ആണേ. സൈറ്റോക്രോം C1 ഞാൻ ഒന്നുകൂടെ മാച്ചിട്ട് എഴുതാം. സൈറ്റോക്രോം C1. സൈറ്റോക്രോം C1ൽ നിന്ന് ഈ ഇലക്ട്രോൺ സൈറ്റോക്രോം Cയിലെത്തും. ആർക്കാണ്? പുതിയൊരാളുടെ പേര് പറയുന്നു, സൈറ്റോക്രോം C. ഇലക്ട്രോൺ കാരിയർ ആണേ. ഈ സൈറ്റോക്രോം Cയിൽ നിന്ന് ഈ ഇലക്ട്രോൺ ഇനി സൈറ്റോക്രോം A3യിലെത്തുന്നു. എവിടെയാണ്? സൈറ്റോക്രോം A3. സൈറ്റോക്രോം എയിലെത്തുന്നു. എയിൽ നിന്ന് A3. ഇലക്ട്രോൺ ഇപ്പോൾ എവിടെ ഇരിക്കുക? സൈറ്റോക്രോം A3യിലിരിക്കുകയാണ്. A3യിലെത്തി. സൈറ്റോക്രോം A3യിൽ ഈ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് നോക്കിയാൽ ഈ കണ്ടോ, ഈ NADHൻ്റെ ഓക്സിഡേഷൻ്റെ ഫലമായിട്ടുണ്ടായ ഈ ഇലക്ട്രോൺ എന്ത് എന്നറിയാമോ? ദ ഫൈനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിജൻ. ഫൈനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിജൻ. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മാട്രിക്സിൽ നിന്ന് ഒരു പ്രോട്ടോൺ കൂടെ എടുത്ത്, പ്രോട്ടോൺ ഈ ഇലക്ട്രോൺ ഈ ഓക്സിജനും ചേർത്ത് മെറ്റബോളിക് വാട്ടർ ഉണ്ടാവും. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ, ദ ടെർമിനൽ അക്സെപ്റ്റർ ഓഫ് ടെർമിനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിജൻ. കണ്ടോ എന്തുണ്ടായി? മെറ്റബോളിക് വാട്ടർ ഉണ്ടായി. നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഞാൻ നാണ്ട പടം ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ ഇവിടെ വരച്ച്, ഔട്ടർ മെമ്പറൈൻ വരച്ചു, ഇന്നർ മെമ്പറൈൻ വരച്ചു, പെരിമൈറ്റോകോൺട്രിയൽ സ്പേസ് വരച്ചു. അപ്പോൾ എങ്ങനെയാണ് NADHൻ്റെ ഓക്സിഡേഷൻ നടക്കുന്ന നോക്കാം. NADH ഓക്സിഡേഷൻ നടക്കുമ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും എമിറ്റ് ചെയ്യും. ഈ പ്രോട്ടോണും ഇലക്ട്രോണും FMNനെ റെഡ്യൂസ് ചെയ്ത് FMNH2 ആവും. FMN ഓക്സിഡൈസ് ചെയ്യുമ്പം പ്രോട്ടോൺ ഇങ്ങോട്ട് പോവും, ഇലക്ട്രോൺ എവിടെ വരും? അയൺ സൾഫർ ക്യാരി ചെയ്യും. അയൺ സൾഫറിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും? യുബിക്വിനോൺ എന്ത് ചെയ്യുന്നു? ഒരു പ്രോട്ടോണുമായിട്ട് റെഡ്യൂസ് ചെയ്ത് UQH2 ആവും. അത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ പെരിമൈറ്റോകോൺട്രിയൽ സ്പേസിൽ എന്ത് പോകും? പ്രോട്ടോൺ പോവും. ഇലക്ട്രോൺ അടുക്കള എടുക്കും സൈറ്റോക്രോം ബി. സൈറ്റോക്രോം ബിയിൽ നിന്ന് അയൺ സൾഫറിൽ നിന്ന് യുബിക്വിനോൺ, അത് വീണ്ടും പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് UQH2 ആവും. ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? സൈറ്റോക്രോം C1ന്. സൈറ്റോക്രോം C1ൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സൈറ്റോക്രോം Cയിൽ. സൈറ്റോക്രോമിൽ നിന്ന് ഇലക്ട്രോൺ സൈറ്റോക്രോം Aയിൽ, A3യിൽ. ഫൈനലി ദ ടെർമിനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിജൻ. അപ്പോൾ ടെർമിനൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിജൻ. നോക്കേ, അപ്പോൾ ഉണ്ടായ വെള്ളത്തിന് എന്ത് പേര് പറയും? മെറ്റബോളിക് വാട്ടർ. വാട്ടറിന് എന്ത് പേര് പറയും? മെറ്റബോളിക് വാട്ടർ. നോക്കിയേ, ഇവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടായി. നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിച്ച പോലെ മാട്രിക്സിലെ പ്രോട്ടോൺ എവിടേക്ക് തള്ളപ്പെട്ടു? ഈ മാട്രിക്സിലെ പ്രോട്ടോൺസ് എവിടെയാ? പെരിമൈറ്റോകോൺട്രിയൽ സ്പേസിലെത്തി. ഈ പെരിമൈറ്റോകോൺട്രിയൽ സ്പേസിൽ അല്ലെങ്കിൽ ഇൻ്റർ മെമ്പറൈൻ സ്പേസിൽ ഈ പ്രോട്ടോൺ ഇങ്ങനെ കിടന്നാൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടായില്ലേ? അപ്പോൾ ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ പ്രോട്ടോൺസ് മൂവ് ചെയ്യും. എങ്ങോട്ട്? സൈറ്റോപ്ലാസത്തിലേക്ക്. എങ്ങനെ? ഇതാ കണ്ടോ, ഈ പ്രോട്ടോൺസ് നമ്മുടെ F0 F1 പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്. ആരാണ് F0 F1 പാർട്ടിക്കിൾ? ആര്? ഇതാ കണ്ടോ F0 F1 പാർട്ടിക്കിൾ. നമുക്കറിയാം ഇന്നർ മെമ്പറൈനിൽ കണ്ടോ
F0 ഉണ്ട്, മാട്രിക്സിലേക്ക് ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിൽ നിൽക്കുന്ന F1. ഇതിന് നമ്മളൊരു പേര് ATP സിന്തേസ്, ATP സിന്തേസ് എൻസൈം, ATP സിന്തേസ്. എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടോൺ ഇപ്പോൾ എവിടെ ഇരിക്കുക? ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ ഇരിക്കുമല്ലേ പ്രോട്ടോൺസ്. ഈ പ്രോട്ടോൺ എന്ത് ചെയ്യും? ഈ പ്രോട്ടോൺ എവിടെ? ഈ F0 F1 പാർട്ടിക്കിലൂടെ മൂവ് ചെയ്ത് മാട്രിക്സിലെത്തിയോ? ഈ ഡ്യൂറിങ് ദിസ് മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻറ്റിൽ ADP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ഉണ്ടാകും. ADP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ഉണ്ടാകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് പറഞ്ഞോട്ടെ, നമുക്ക് എത്ര പ്രോട്ടോൺ ഇവിടെ വരുന്നുണ്ട്? ഒരു NADHൻ്റെ ഓക്സിഡേഷൻ നടക്കുമ്പം 1, അത് പോകുമ്പോൾ ഒരു ATP ഇല്ലേ? രണ്ടാമത് ഇത് പോകുമ്പം രണ്ടാമത്തെ ATP ഇല്ലേ? മൂന്നാമത്തെ ഇത് പോകുമ്പം മൂന്നാമത്തെ ATP ഇല്ലേ? അങ്ങനെ 3 പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? 3 ATP ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ്, നോക്കിയേ, നമ്മൾ ഫോസ്ഫോറിലേഷൻ 2 ഫോസ്ഫോറിലേഷൻ പഠിച്ചു. ഒന്നാമത്തെ ഫോസ്ഫോറിലേഷന് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ, രണ്ടാമത്തെ ഫോസ്ഫോറിലേഷന് നിങ്ങൾ പറഞ്ഞു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഈ ഫോസ്ഫോറിലേഷൻ നോക്കി, ഇതൊരു ഓക്സിഡേഷൻ അക്കമ്പനി ചെയ്തതിന് ശേഷം വന്ന ഫോസ്ഫോറിലേഷൻ അല്ലേ? നോക്കൂ, ഓക്സിഡേഷൻ അക്കമ്പനീഡ് ബൈ ഫോസ്ഫോറിലേഷൻ. സോ ദിസ് ടൈപ്പ് ഓഫ് ഫോസ്ഫോറിലേഷൻ ഈസ് കാൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അങ്ങനെ വേണമെങ്കിൽ വേറൊരു രീതി പറഞ്ഞുതരാം. യുബിക്വിനോൺ ഓക്സിഡൈസ് ചെയ്തപ്പോഴേ പ്രോട്ടോൺ ഇവിടെ വന്നേ പെരിമൈറ്റോകോൺഡ്രിയൽ സ്പേസിൽ. ഈ പെരിമൈറ്റോകോൺഡ്രിയൽ സ്പേസിൽ കിടക്കുന്ന പ്രോട്ടോൺ F0 F1 പാർട്ടിക്കിളൂടെ അപ്പുറത്ത് പോകുമ്പോൾ ഈ ഓക്സിഡേഷൻ മൂലമായിട്ടുള്ള പ്രോട്ടോൺ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ADP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ATP ആകും ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ATP സിന്തേസ്. പരീക്ഷയ്ക്ക് ഇത് നല്ല ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മാത്രം ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ എന്താ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? ഈ പടം തന്നിട്ട് ചോദിക്കും ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇതിൽ എൻസൈമിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും ATP സിന്തേസ്. ഉറപ്പ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതൊരു 5 യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 5 കോംപ്ലക്സുകളായിട്ട്. യൂണിറ്റ് അല്ല, കോംപ്ലക്സ്. ഒന്നാമത്തെ കോംപ്ലക്സിനെ ഞാനൊരു പേരിട്ട് വിളിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഒന്നാമത്തെ കോംപ്ലക്സ്, ഫസ്റ്റ് കോംപ്ലക്സ് ഈസ് NADH ഡീഹൈഡ്രോജനേസ്. ഒന്നാമത്തെ കോംപ്ലക്സിൻ്റെ പേരെന്താ? NADH ഡീഹൈഡ്രോജനേസ്. സെക്കൻഡ് കോംപ്ലക്സിൽ FADH ഡീഹൈഡ്രോജനേസ് അല്ലെങ്കിൽ സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ്. ഒന്നാമത്തെ കോംപ്ലക്സിൻ്റെ പേരെന്താ? ഫസ്റ്റ് കോംപ്ലക്സ് ഈസ് NADH ഡീഹൈഡ്രോജനേസ്. രണ്ടാമത്തെ കോംപ്ലക്സിൻ്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് അല്ലെങ്കിൽ മറ്റൊരു പേര് പറയും FADH ഡീഹൈഡ്രോജനേസ്. മൂന്നാമത്തെ കോംപ്ലക്സിൻ്റെ പേര് തേർഡ് കോംപ്ലക്സ്. മൂന്നാമത്തെ കോംപ്ലക്സ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടോ സൈറ്റോക്രോം, നീല കളറിൽ എഴുതിയിരിക്കുന്നത് സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. നാലാമത്തെ കോംപ്ലക്സ്, ഫോർത്ത് കോംപ്ലക്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളിത് അവസാനം കണ്ട ഈ കറുത്ത നിറത്തിൽ എഴുതിയത് സൈറ്റോക്രോം A3 കോംപ്ലക്സ്. സൈറ്റോക്രോം A3 കോംപ്ലക്സ്. ലാസ്റ്റ് അഞ്ചാമത്തെ കോംപ്ലക്സ് ഇതാണ്. ദാണ്ട F0 F1 കോംപ്ലക്സ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും മതി. എന്താ? ATP സിന്തേസ്. ഇതൊരു പറയും ATP സിന്തേസ്. അപ്പോൾ എത്ര കോംപ്ലക്സ് ഉണ്ട്? ATP സിന്തേസ്. എത്ര കോംപ്ലക്സ് ഉണ്ട്? 1 NADH ഡീഹൈഡ്രോജനേസ്, 2 സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്, 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, 4 സൈറ്റോക്രോം A3 കോംപ്ലക്സ്, 5 ATP സിന്തേസ്. ഇന്നിങ്ങനെ 5 കോംപ്ലക്സുകളാണ്. ഇത് ഈ പുസ്തകത്തിൽ ഞാൻ ഈ വരച്ച ഡയഗ്രത്തിൽ ഇവിടെ നല്ലോണം വ്യക്തമായിട്ട് പറയാം. NADH ഡീഹൈഡ്രോജനേസ്,
FADH ഡീഹൈഡ്രജനേസ് അല്ലെങ്കിൽ സക്സിനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡ് ആകുമ്പോൾ സക്സിനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡ് സക്സനേറ്റ് ഡീഹൈഡ്രജനേസ്. 3 സൈറ്റോക്രോം ബി C1 കോംപ്ലക്സ്. 4 സൈറ്റോക്രോം A3 കോംപ്ലക്സ്. 5 സൈറ്റോക്രോം ATP സിന്തേസ്. അപ്പം നിങ്ങൾ ചോദിക്കും എല്ലാ ഇതിലും വന്നില്ലല്ലോ എന്ന് ചോദിച്ചതാണ്ട ഒരു മൊബൈൽ ഇലക്ട്രോൺ കാരിയർ സൈറ്റോക്രോം സി. സൈറ്റോക്രോം സിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലെ ഡയഗ്രാം ഒരു ചെറിയതായിട്ട് വ്യത്യാസമുണ്ട്. ഞാൻ ഈ വരച്ച അതേ സാധനം തന്നെയാണ് ഈ ഇരിക്കുന്നത്. ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ 14 ഫിഗർ 14.4 എന്ന് പറയുന്ന 5 കോംപ്ലക്സിനെയും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോംപ്ലക്സ് ആണ് സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കോംപ്ലക്സ് ആണ് ദാണ്ട 1 എന്നെഴുതിയേക്കുന്ന കോംപ്ലക്സ്. ദിസ് ഈസ് ദ ഫസ്റ്റ് കോംപ്ലക്സ്. അതാണ് കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രജനേസ്. പരീക്ഷയ്ക്ക് ഇത് തന്നിട്ട് ഇത് ഏത് കോംപ്ലക്സാണെന്ന് നോക്കും. NADH ഡീഹൈഡ്രജനേസ്. അതായത് ഇവിടെ മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെമ്പറൈനുണ്ട്. അത് പടത്തിനകത്ത് വ്യക്തമല്ല എന്നേ ഉള്ളൂ. ഇത് ഔട്ടർ മെമ്പറൈനാണ്. ഇത് ഇൻ്റർ മെമ്പറൈൻ സ്പേസ് ആണ്. ഇത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ. ഇത് മാട്രിക്സ് നമ്മൾ വരച്ച അതേപോലെ തന്നെ. ഈ മാട്രിക്സിൽ ആദ്യം കണ്ടോ NADH ഓക്സിഡൈസ് ചെയ്യുമ്പോൾ NAD പ്രോട്ടോൺ റിലീസ് ചെയ്യുന്നു. അത് FMNുമായിട്ട് ചേർന്ന് FMNH2 പ്രോട്ടോൺസിനെ പെരിമൈറ്റോകോൺട്രിയൽ സ്പേസിലേക്ക് തള്ളുന്നു. ഇലക്ട്രോണിനെ ഇതാ കണ്ടോ യുബിക്വിനോൺ കൊടുക്കുന്നു. യുബിക്വിനോണിൽ നിന്ന് എവിടെ വരുന്നു? റെഡ്യൂസ് ചെയ്ത് യുബിക്വിനോൺ റെഡ്യൂസ് ചെയ്ത് UQH2 ആവും. ആ ഇലക്ട്രോണിനെ സൈറ്റോക്രോം B6 കൊടുക്കും. സൈറ്റോക്രോം Bക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അയൺ സൾഫർ, പിന്നെ സൈറ്റോക്രോം C. അത് ഓക്സിഡൈസ് ചെയ്യുമ്പം പെരിമൈറ്റോകോൺട്രിയൽ സ്പേസിലേക്ക് പ്രോട്ടോൺ തള്ളി ഇലക്ട്രോണിനെ കണ്ടോ. ഇലക്ട്രോണിനെ എവിടേക്ക് കൊണ്ടുവരും? ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോൺ ഈ സൈറ്റോക്രോമിൽ നിന്ന് സൈറ്റോക്രോം C1 നിന്ന് ഇലക്ട്രോൺ സൈറ്റോക്രോം Cയിൽ വരും. C മൊബൈൽ ഇലക്ട്രോൺ കാരിയറാണ്. അപ്പോൾ അതുകൊണ്ട് താണ്ട് ഇങ്ങനെ തന്ന് ആർക്ക് കൊടുക്കും? സൈറ്റോക്രോം Aക്ക് കൊടുക്കും. സൈറ്റോക്രോം A3. ഫൈനലി ദിസ് ഇലക്ട്രോൺ ഈസ് യൂസ്ഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് ഓക്സിജൻ. ഉണ്ടോ? വാട്ടറായിട്ട് മാറി. ഫൈനലി ഇതെന്തായിട്ട് മാറി? ഈ വാട്ടറായിട്ട് മാറി. ഇനി നോക്കൂ, ഇതാണ് നിങ്ങളുടെ ഒരു NADH ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇനി എൻ്റെ കയ്യിൽ FADH ആണെങ്കിൽ FADH മാത്രം ഓക്സിഡൈസ് ചെയ്യുന്നു. നമ്മൾ വരച്ചു ഒരു FADHൽ നിന്ന് 2 സ്ഥലത്ത് പ്രോട്ടോൺ രണ്ട് ATP ഉണ്ടാവും. ഒരു FADH നിന്ന് 2 ATP ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ കോംപ്ലക്സ് 2 നിങ്ങൾ കണ്ടോ? ഇതാണ് കോംപ്ലക്സ് 2. കണ്ടോ? ഇതാണ് കോംപ്ലക്സ് 2. ഇത് നമ്മുടെ കോംപ്ലക്സ് 1. ഈ രണ്ടാമത്തെ കോംപ്ലക്സിൽ എന്താ കണ്ടോ? സക്സിനിക് ആസിഡ് ഫ്യൂമാറിക് ആസിഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? FADH2 ആവും. FADH2 ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ ആര് പിടിക്കും? യുബിക്വിനോണിൽ റെഡ്യൂസ് ചെയ്ത് UQH2ൽ നിന്ന് യുബിക്വിനോണിൽ UQH2ൽ നിന്ന് ഇലക്ട്രോൺ പഴയ പോലെ സൈറ്റോക്രോം B, അയൺ സൾഫർ, സൈറ്റോക്രോം C1, സൈറ്റോക്രോം C. അത് കഴിഞ്ഞിട്ട് സൈറ്റോക്രോം A, സൈറ്റോക്രോം A3. അവിടെ നിന്ന് ഇതുപോലെ വാട്ടർ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് വെച്ച് ഈ പ്രോട്ടോൺ ഇവിടെ തള്ളും. അതുപോലെ ഇവിടെ നിന്നും പ്രോട്ടോൺ ഇവിടെ തള്ളും. അങ്ങനെ ഈ പ്രോട്ടോൺ അതായത് നമ്മുടെ കോംപ്ലക്സ് സെക്കൻഡ് മാത്രം ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 സ്ഥലത്ത് പ്രോട്ടോൺ വരും. ഈ കോംപ്ലക്സ് 3 ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് കോംപ്ലക്സ് 1 തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ NADHൻ്റെ ഓക്സിഡേഷൻ ആണെങ്കിൽ 1, 2, 3 സ്ഥലത്ത് പ്രോട്ടോൺ വരും. ഈ പ്രോട്ടോൺ 3ഉം കൂടെ F0 F1 പാർട്ടിക്കിളിലൂടെ പോകുമ്പോൾ ATP സിന്തേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ADP ഫോസ്ഫോറിലേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? ATP ആവും. സിൻസ് ഓക്സിഡേഷൻ ഈസ് അക്കമ്പനിഡ് ബൈ ദിസ്, ഇറ്റ് ഈസ് കാൾഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ.
അപ്പോൾ നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് അടയാളപ്പെടുത്താൻ ഈ വൈകിയ വേളയിൽ ഒറ്റ കാര്യം മാത്രം പഠിക്കുക. നമുക്ക് എത്ര കോംപ്ലക്സ് ഉണ്ട്? ഒന്നാമത്തെ കോംപ്ലക്സ് ഏതാ? NADH ഡീഹൈഡ്രജനേസ്. രണ്ടാമത്തെ കോംപ്ലക്സ് ഏതാ? സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ്. മൂന്നാമത്തെ കോംപ്ലക്സ് ഏതാ? സൈറ്റോക്രോം BC1 കോംപ്ലക്സ്. നാലാമത്തെ കോംപ്ലക്സ് ഏതാ? സൈറ്റോക്രോം A3 കോംപ്ലക്സ്. അഞ്ചാമത്തെ കോംപ്ലക്സ് ഏതാ? ATP സിന്തേസ്. എന്നിങ്ങനെ 1, രണ്ടാമത്തെ കോംപ്ലക്സ്, മൂന്നാമത്തെ കോംപ്ലക്സ്, നാലാമത്തെ കോംപ്ലക്സ്, 5 കോംപ്ലക്സ്. ഇത് പരീക്ഷയ്ക്ക് ഈ 5 കോംപ്ലക്സ് ഒന്ന് നോക്കുക. ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഈ 5ാമത്തെ കോംപ്ലക്സ് ആയിരിക്കും ഇത് ATP സിന്തേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കും. അതിന് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലെ ലാസ്റ്റ് ഡയഗ്രാം, ഈ ലാസ്റ്റ് ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതി. ഞാനിവിടെ വരച്ചേക്കുന്ന ഇത്രയും ഡയഗ്രാം, ഇത് മാത്രം പഠിച്ചാൽ മതി. ATP സിന്തേസ്, ഹൗ ATP ഈസ് പ്രൊഡ്യൂസ്ഡ്, അതാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അടുത്തതായിട്ട് റെസ്പിറേറ്ററി കോഷ്യൻറ്റ്, RQ. റെസ്പിറേറ്ററി കോഷ്യൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ദ റേറ്റ് ഓഫ് വോളിയം ഓഫ് RQ ഈസ് ദ റേറ്റ് ഓഫ് volume of carbon dioxide evolved divided by the rate of volume of oxygen consumed. The rate of volume of oxygen RQ is the rate of അപ്പോൾ നമുക്ക് RQ, കാർബോഹൈഡ്രേറ്റിൻ്റെ RQ, കാർബോഹൈഡ്രേറ്റിൻ്റെ RQ കണ്ടുപിടിക്കണം. RQ അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എഴുതി നോക്കാം. C6H12O6 + 6O2 gives, റെസ്പിറേഷൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്, 6CO2 + 6H2O. നമ്മുടെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഇവിടെ ആരാ? കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് അല്ലേ. അപ്പോൾ RQ, കാർബോഹൈഡ്രേറ്റിൻ്റെ RQ നോക്കണം. RQ ഈസ് ഈക്വൽ ടു ദാണ്ട് ഇവിടെ കിടപ്പുണ്ട്, എന്താ? റേറ്റ് ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾഡ് ഡിവൈഡഡ് ബൈ ദ റേറ്റ് ഓഫ് വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. അങ്ങനെയാണെങ്കിൽ RQ ഈസ് ഈക്വൽ ടു, കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഉണ്ട്? 6 കാർബൺ ഡൈ ഓക്സൈഡ്, 6CO2 ഡിവൈഡഡ് ബൈ എത്ര ഓക്സിജൻ ഉണ്ട്? 6O2 ഈസ് ഈക്വൽ ടു 6/6 is equal to 1. RQ of carbohydrate is 1. RQ of carbohydrate is 1. RQ of carbohydrate എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. RQ of carbohydrate is 1. ഇനി നമ്മൾ RQ of ട്രൈപാൽമിറ്റിൻ, നിങ്ങളുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട് RQ, പുസ്തകത്തിലൊരു ഇക്വേഷൻ. RQ of ഫാറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കിടപ്പുണ്ട്. RQ ഓഫ് ഫാറ്റ് നിങ്ങളുടെ പുസ്തകത്തിലെ ഇക്വേഷൻ ചെയ്ത് നോക്കുമ്പോൾ 0.7. ഇനി 3 RQ ഓഫ് പ്രോട്ടീൻ ചോദിച്ചാൽ, RQ ഓഫ് പ്രോട്ടീൻ ഈസ് 0.8 or 0.9, അങ്ങനെ ആയിരിക്കും, ലെസ് ദാൻ 1. RQ ഓഫ് ഫാറ്റും RQ ഓഫ് പ്രോട്ടീനും ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് നോക്കുക. ഏതൊരു ഇക്വേഷൻ തന്നാലും അതിൻ്റെ RQ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? RQ ഈസ് ദ റേറ്റ് ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾഡ് ഡിവൈഡഡ് ബൈ ദ റേറ്റ് ഓഫ് വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. സോ 6 CO2 ഡിവൈഡഡ് ബൈ 6O2, 6/6 ഈസ് ഈക്വൽ ടു 1. RQ എപ്പോഴും എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റിൻ്റെ 1. RQ ഓഫ് ഫാറ്റ് പുസ്തകത്തിലൊരു ഇക്വേഷൻ ഉണ്ട്, ട്രൈപാൽമിറ്റിൻ്റെ, ചെയ്ത് നോക്കുക. സാമ്പിൾ അതിനകത്ത് 0.7. ഇനി RQ ഓഫ് പ്രോട്ടീൻ 0.8 or 0.9. ഇനി RQ ഓഫ് അനേറോബ്സ് പഠിക്കാനില്ല, എന്നാലും ചുമ്മാ പറഞ്ഞാൽ RQ അനേറോബ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. വേണമെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതി കാണിച്ചു തരാം. C6H12O6, അനേറോബ് റെസ്പിറേഷൻ ഓക്സിജൻ വേണ്ടല്ലോ, 2C2H5. ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം.
സി തികഞ്ഞില്ല അവിടെ സ്ഥലം C6H12O6 gives anaerobic respiration ഇല്ലേ അപ്പോൾ 2C2H5OH plus 2CO2 അനേറോബ്സിന് ഓക്സിജൻ ഇല്ല അതുകൊണ്ട് RQ is equal to rate of oxygen of carbon dioxide divided by the rate of oxygen of volume consumed. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് 2 ആണ്, ഓക്സിജൻ ഇല്ല 0. അപ്പോൾ എന്താണ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ്. ഇനി റെസ്പിറേഷൻ എന്ന് പറയുന്നത് റെസ്പിറേഷൻ ഈസ് ബോത്ത് അനബോളിക് ആൻഡ് കാറ്റബോളിക്. അവസാനം ഒരു ഡയഗ്രാം ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. റെസ്പിറേഷൻ ഈസ് ബോത്ത് അനബോളിക് ആൻഡ് കാറ്റബോളിക്. കൺസ്ട്രക്റ്റീവ് പ്രോസസ്സുമാണ്, ഡിസ്ട്രക്റ്റീവ് ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് ഒരേ സമയം. സോ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് C6H12O6 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് എനർജി ഉണ്ടാക്കും, ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി പാത്വേയിൽ നിന്ന് നമുക്ക് എന്ത് സിന്തസൈസ് ചെയ്യാം? ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും, എനർജി ഉണ്ടാക്കും. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് എനർജി ഉണ്ടാക്കും. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഫാറ്റോ പ്രോട്ടീനോ ആവശ്യമാണെങ്കിൽ ഈ റെസ്പിറേറ്ററി പാത്വേയിൽ നിന്ന് റിമൂവ് ചെയ്തത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഈസ് അനബോളിക്. സോ റെസ്പിറേഷൻ ഒരേ സമയം തന്നെ അനബോളിക്കുമാണ് കാറ്റബോളിക്കുമാണ്. അതുകൊണ്ട് റെസ്പിറേഷൻ ഈസ് കാൾഡ് ആംഫിബോളിക് പാത്വേ. റെസ്പിറേഷൻ ഈസ് കാൾഡ് ആംഫിബോളിക് പാത്വേ. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ റെസ്പിറേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഒന്ന് പറയാം. ഒന്ന് ഗ്ലൈക്കോളിസിസ്, രണ്ടാമത്തത് TCA സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിൾ, മൂന്നാമത്തത് അനേറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഇതിന് പറയും ഫെർമെൻറ്റേഷൻ. അത് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനോ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനോ. ഇത് നമുക്ക് ഏത് ചോദിച്ചാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഗ്ലൈക്കോളിസിസ് അതുപോലെ പഠിച്ചുകൊണ്ട് പോവുക, TCA സൈക്കിൾ കറക്റ്റ് അതുപോലെ നോക്കിക്കൊണ്ട് പോവുക. അനേറോബിക് റെസ്പിറേഷൻ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആയിരിക്കും യൂഷ്വലി ചോദിക്കുക, അതോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനോ, അത് രണ്ടിലൊരെണ്ണം ചോദിക്കാം, അത് നോക്കിക്കൊണ്ട് പോവുക. പിന്നെ ഇതിൻ്റെ ഇക്വേഷൻ നോക്കുക. അവസാനം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിച്ചില്ലേ, അതിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന അതുകൂടെ നോക്കുക. ഇത് ഇത്രയും മാത്രം ആ ഡയഗ്രാം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആ ഡയഗ്രാം നോക്കുക. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് റെസ്പിറേഷൻ. ഓക്കെ.